ഏകോപന സമിതി ഇരവിര നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും പള്ളിമുക്ക് യൂണിറ്റിൻ്റെ പ്രസിഡന്റുമായ ശ്രീ എ അൻസാരി, അവരുടെ എല്ലാം പ്രിയങ്കരനായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റിട്ടുള്ള നമ്മളുടെ ഇരവിര MLA ശ്രീ M നൗഷാദ്, അനുഗ്രഹ പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിച്ചേർന്ന ഹാഫിസ് മുജീബ് റഹ്മാൻ ഫൈസാനി, ചീഫ് ഇമാം കൊല്ലൂള്ള മുസ്ലിം ജമാഅത്ത്, കുടുംബസഹായ വിതരണം ഇവിടെ നടത്തുന്ന നമ്മളുടെ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജോജോ കെ എബ്രഹാം, ജില്ലാ ട്രഷറർ ശ്രീ S കബീർ, കൗൺസിലർ ശ്രീ സജീവ്, ശ്രീമതി ഹംസത്ത് ബീവി, ശ്രീമതി ഇ നസീമ ഷിയാബ്, മെഹർനിസ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ S പളനി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലയുടെ പ്രിയങ്കരായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, നമ്മളുടെ മറ്റ് നിയോജക മണ്ഡലം യൂണിറ്റുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഈ കുടുംബസഹായ വിതരണം ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരി കുടുംബാംഗങ്ങൾ, പള്ളിമുക്ക് യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഭാരവാഹികൾ, പള്ളിമുക്ക് യൂണിറ്റിലെ വ്യാപാരി സുഹൃത്തുക്കളെ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 2023 നവംബർ മാസം ഏർപ്പെടുത്തിയ സ്നേഹസ്പർശം എന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 11ാം ഘട്ട വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2024 ശേഷം ഇന്നലെ വരെ 73 വ്യാപാരികളാണ് നമ്മളിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. അതിൽ 50 വ്യാപാരി കുടുംബങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി 5 കോടി രൂപ വരെ ഇതുവരെ സഹായധനം നൽകിക്കഴിഞ്ഞു. ഇന്ന് 5 വ്യാപാരി കുടുംബങ്ങൾക്ക് ഇവിടെ നടക്കുന്ന ഈ ഒരു യോഗത്തിൽ 10 ലക്ഷം രൂപ വീതം 5 വ്യാപാരി കുടുംബങ്ങൾക്കാണ് വിതരണം നടത്തുന്നത്. ഇത്രയും ബൃഹത്തായ ഒരു വ്യാപാരി മരണപ്പെട്ടാൽ അവൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസധനമായി 10 ലക്ഷം രൂപ വീതം നൽകി ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന ഈ 2024 തുടക്കം മുതൽ ഇതുവരെ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടിയാണ് പ്രവർത്തിച്ചു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് ഉള്ള വ്യാപാരികളുടെ അവസ്ഥ. ഇതിനു മുമ്പ് ഒരു വ്യാപാരി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ യൂണിറ്റുകളിലുള്ള നമ്മൾ ചെന്ന് അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് അതിൻ്റെ അനുശോചനം അറിയിക്കും. വളരെ നിർധനരായിട്ടുള്ള കുടുംബമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം നമ്മളുടെ യൂണിറ്റ് തലത്തിൽ നമ്മൾ നൽകാറാണ് പതിവ്. അത് നൽകി കഴിയും, നമ്മളങ്ങ് പോകും. പിന്നീട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ, ആ വ്യാപാരി, ആ ഗൃഹനാഥൻ നഷ്ടപ്പെട്ട ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളാരും പിന്നെ തിരക്കാറില്ല. കാര്യം അത് നമ്മളുടെ കുറ്റമല്ല. ഓരോ വ്യാപാരിയും ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരു വ്യാപാരിയുടെ കുടുംബം എന്തായെന്നുള്ളത് ചിലപ്പോൾ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നിടത്തില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നമ്മളുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ S ദേവരാജൻ 2023 ഡിസംബർ മാസം ഈ സ്നേഹസ്പർശം എന്ന കുടുംബ സുരക്ഷാ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും നാളിതുവരെ ഈ ഒരു പദ്ധതി മരണപ്പെട്ടുപോയ ഓരോ വ്യാപാരി കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ വീതം നൽകി ഇന്ന് 11ാം ഘട്ടം ഈ പള്ളിമുക്ക് യൂണിറ്റിൽ വെച്ച് 5 പേർക്ക് നൽകാൻ പോവുകയാണ്. ഈ ഒരു വളരെ ബൃഹത്തായ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോഴും ഇതിൻ്റെ തുടക്കത്തിൽ ഈ ഒരു പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി പല
സംഘടനകളും ഇതിന് ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. പക്ഷേ ആ ആരോപണങ്ങളും ആ വിമർശനങ്ങളും എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നമ്മളുടെ സംഘടനയിലെ യൂണിറ്റുകളിലെ ഓരോ പ്രവർത്തകരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നമ്മൾ ഈ സ്നേഹസ്പർശം എന്ന കുടുംബ സുരക്ഷാ പദ്ധതി വളരെ വിപുലമായ രീതിയിൽ കൊണ്ടുപോവുകയാണ്. ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ യൂണിറ്റിലെ ഭാരവാഹികളാണ്. ഓരോ യൂണിറ്റിലെയും ഭാരവാഹികൾ ഒരു വ്യാപാരി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യാപാരി കുടുംബത്തിന് നൽകേണ്ട തുക, ആ തുക സംഹരിക്കുന്നതിന് 100 രൂപ വെച്ച് ഒരു യൂണിറ്റിലെ വ്യാപാരി മരണപ്പെട്ടാൽ ഈ കുടുംബ സുരക്ഷാ അംഗത്വത്തിൽ ചേർന്നിട്ടുള്ള വ്യാപാരി ഒരു 100 രൂപ വെച്ച് 5 വ്യാപാരി കുടുംബങ്ങൾക്ക് സഹായധന നൽകുമ്പോൾ 500 രൂപ നൽകേണ്ടതായിട്ടുണ്ട്. ഇത് പിരിച്ച് വളരെ കൃത്യമായി ജില്ലാ കമ്മിറ്റിയിൽ അടയ്ക്കുന്ന മുറയ്ക്കാണ് നമ്മൾ ഈ സഹായധനം ജില്ലാ കമ്മിറ്റി ഓരോരോ ഘട്ടം ഘട്ടമായി ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മളുടെ കൊല്ലം ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലെ വ്യാപാരികൾ സുഹൃത്തുക്കളെയും യൂണിറ്റുകളിലെ ഭാരവാഹി, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹി എല്ലാവരെയും ഈ അവസരത്തിൽ വളരെ അഭിനന്ദനം അറിയിക്കുകയാണ്. അവരാണ് ഇതിൻ്റെ പ്രവർത്തകർ. കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ സ്നേഹസ്പർശം എന്ന ഈ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും ഭാരവാഹികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ ഈ സ്നേഹസ്പർശം എന്ന പദ്ധതി വളരെ ആത്മാർത്ഥമായി ഇത് നടത്തുന്ന നമ്മളുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലയിലെ നമ്മളുടെ മുഴുവൻ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, എല്ലാ ഭാരവാഹികളും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ യൂണിറ്റുകളിൽ നിന്നും മരണപ്പെടുന്ന വ്യാപാരി കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആ ഗൃഹനാഥൻ ആ വീട്ടിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ, മിക്ക കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി. ഇടത്തരം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു വ്യാപാരി മരണപ്പെട്ടാൽ അവൻ്റെ കുടുംബത്തിൻ്റെ ആ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ള വ്യാപാരി കുടുംബങ്ങളോട്, ഈ സഹായം ധനം വാങ്ങാൻ വന്നിട്ടുള്ളവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ഗൃഹനാഥൻ, ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ വ്യാപാരി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നും ഈ സഹായധനവും വാങ്ങി നിങ്ങൾ വീണ്ടും തുടങ്ങുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ചില്ലറ കടങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ട് ബാക്കിയുള്ള ആ ഒരു ഫണ്ട് കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കെട്ടിപ്പടുക്കുക. അദ്ദേഹം നിർത്തിയെടുക്കുന്നത് നിങ്ങൾ തുടങ്ങുക. എല്ലാ ആൾക്കാരും, നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകേണ്ടിയവരാണ്. മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതുകൊണ്ട് മരണപ്പെട്ടു പോയ നമ്മളുടെ ഈ 5 വ്യാപാരി കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ വ്യാപാരികളുടെ എല്ലാവരുടെയും ദുഃഖം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല. നമ്മളുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റും ഇരവര നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ എ അൻസാരി അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്നേഹസ്പർശം പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ഇപ്പോഴും അതിനുവേണ്ടി ആത്മാർത്ഥതയോടുകൂടി തൻ്റെ ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച നമ്മളുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എന്നേറ്റിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട MLA ഉടനെ തന്നെ ഇവിടെ എത്തും. അദ്ദേഹത്തിനും അഡ്വാൻസായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കൊല്ലമുള്ള മുസ്ലിം ജമാഅത്തിൻ്റെ ചീഫ് ഇമാമായ ഹാഫിസ് മുജീബുർ റഹ്മാൻ ഫൈസാനെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കുടുംബസഹായ വിതരണം ഇവിടെ നടത്താം എന്നേറ്റിട്ടുള്ള ശ്രീ പ്രസന്ന എണസ് അവർ ഇവിടെ ഉടനെ തന്നെ എത്തിച്ചേരും. അവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മളുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റുമായ നമ്മളുടെ
ജോജോ കെ എബ്രഹാം, അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടും കൃത്യനിഷ്ഠയോടും കൂടി കൊല്ലം ജില്ലയുടെ വ്യാപാരി സമൂഹത്തെ നയിക്കാൻ വളരെ ആത്മാർത്ഥമായി മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ജോജോ കെ എബ്രഹാം അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ട്രഷറർ ശ്രീ എസ് കബീർ അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ സജീവ് അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കോർപ്പറേഷൻ കൗൺസിലർ എ ഹംസത്ത് ബീവി അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ പളനി അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളുടെ ഏറ്റവും നല്ല രീതിയിൽ കൊല്ലം ജില്ലയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയ്ക്ക് കരുത്തും നേതൃത്വവും പകർന്നുകൊണ്ട് നിൽക്കുന്ന നമ്മളുടെ ജില്ലയിലെ വൈസ് പ്രസിഡന്റുമാർ ശ്രീ ബി രാജീവ് അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു വൈസ് പ്രസിഡന്റ് ശ്രീ നേതാജി ബി രാജേന്ദ്രനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ എസ് നൗഷദ്ദീൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എൻ രാജീവ് അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വൈസ് പ്രസിഡന്റും കരുനാപ്പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ശ്രീ കെ ജെ മേനോൻ അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൊട്ടാരക്കരയിലുള്ള നമ്മളുടെ പ്രിയങ്കരനായ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ എം ഇസ്മായിൽ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ആർ വിജയംപിള്ള ചേട്ടനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കൊല്ലം ഭരണിക്കാവ് യൂണിറ്റിലെ കരുത്തനായ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ശ്രീ എ കെ ഷാജഹാൻ അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ സെക്രട്ടറിമാരായ എ നവാസ് പുത്തമ്മയുടെ അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ എസ് ആൻ്റണി പാസ്റ്റർ അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ എസ് രമേഷ് കുമാർ അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഡി വാവച്ചൻ ജില്ലാ സെക്രട്ടറി ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ എ കെ ജവഹർ കൊല്ലം ജില്ലാ സെക്രട്ടറി അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജി രാജൻ കുറുപ്പ് അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ജില്ലയിലെ സെക്രട്ടേറിയറ്റ് അംഗമായ ശ്രീ ജി പരമേശ്വരൻ നായർ അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് ശ്രീ പി ആർ രവികൃഷ്ണൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പള്ളിമുക്ക് യൂണിറ്റിൻ്റെ ട്രഷറർ ശ്രീ എച്ച് നഹാസ് അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇതേവരെ നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ യൂണിറ്റുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യൂണിറ്റ് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് യൂണിറ്റുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പള്ളിമുക്ക് യൂണിറ്റുകളിൽ നിന്നും നമ്മളോടൊപ്പം നിന്ന് ഈ ഒരു പ്രവർത്തനത്തിന് നമ്മളോടൊപ്പം ഇപ്പോഴും സഹകരിച്ചുകൊണ്ട് മുൻനിരയിലിരിക്കുന്ന നമ്മളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എല്ലാവർക്കും, മറ്റ് നമ്മളുടെ യൂണിറ്റിലുള്ള വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ ഒരു സ്നേഹസ്പർശം കുടുംബസഹായ ധനസഹായ വിതരണം ഏറ്റുവാങ്ങുന്നതിന് ഇവിടെ എത്തിയ നമ്മളിൽ നിന്നും മൺമറിഞ്ഞു പോയ വ്യാപാരി കുടുംബങ്ങളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി.